നമസ്കാരം. മീഡിയ സെന്റർ കൊല്ലം മധ്യാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വടക്കൻ മൈനാഗപ്പള്ളിയിൽ പാചകവാതക സിലിണ്ടർ പൊട്ടിത്തെറിച്ചു. അപകടത്തിൽ വീട്ടമ്മയ്ക്ക് ഗുരുതരമായി പൊള്ളലേറ്റു. വീടിന്റെ ഒരു ഭാഗം പൂർണ്ണമായും കത്തി നശിച്ചു. കേന്ദ്ര ബജറ്റ് കശുവണ്ടി മേഖലയെ അവഗണിച്ചെന്ന് കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ. കടുത്ത അവഗണനയാണ് കേന്ദ്ര ഗവൺമെന്റ് കശുവണ്ടി മേഖലയോട് കഴിഞ്ഞ 9 വർഷക്കാലവും സ്വീകരിക്കുന്നത്. സവിശേഷമായ പരിഗണന കശുവണ്ടി വ്യവസായത്തിന് ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അതുണ്ടായില്ലെന്നും ജയമോഹൻ. ഇടപ്പള്ളിക്കോട്ടയിലെ അടിപ്പാത നിർമ്മാണം ജനപ്രതിനിധികൾ സായാഹ്ന ധർണ നടത്തി. ദേശീയപാത അതോറിറ്റി തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് കർമ്മസമിതി. വിശദമായ വാർത്തകളിലേക്ക്. വടക്കൻ മൈനാഗപ്പള്ളി പാട്ടുപുരക്കൽ ക്ഷേത്രത്തിന് സമീപം പാചകവാതക സിലിണ്ടർ പൊട്ടിത്തെറിച്ചു. അപകടത്തിൽ വീട്ടമ്മയ്ക്ക് ഗുരുതരമായി പൊള്ളലേറ്റു. ഇവരെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വീടിന്റെ ഒരു ഭാഗം പൂർണ്ണമായും കത്തി നശിച്ചു. വടക്കൻ മൈനാഗപ്പള്ളി പാട്ടുപുരക്കൽ ക്ഷേത്രത്തിന് സമീപത്താണ് പാചകവാതക സിലിണ്ടർ പൊട്ടിത്തെറിച്ചത്. ഇതേ തുടർന്ന് വീടിന് തീപിടിച്ചു. വീട്ടമ്മയ്ക്ക് ഗുരുതരമായി പൊള്ളലേറ്റു. വടക്കൻ മൈനാഗപ്പള്ളി പണിക്കശ്ശേരിത്തറയിൽ വസന്തയ്ക്കാണ് ഗുരുതരമായി പൊള്ളലേറ്റത്. ഇവരെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തീപിടുത്തത്തിൽ വീടിന്റെ ഒരു ഭാഗം പൂർണ്ണമായും കത്തിനശിച്ചു. ഗൃഹോപകരണങ്ങൾ, ബാത്റൂം, മരങ്ങൾ എന്നിവയും കത്തിനശിച്ചിട്ടുണ്ട്. ഉഗ്രശബ്ദം കേട്ട് നാട്ടുകാർ ഓടിയെത്തിയാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്. തുടർന്ന് അഗ്നിരക്ഷാസേനയെ വിവരമറിയിച്ചു. അഗ്നിരക്ഷാസേനയുടെ നേതൃത്വത്തിലാണ് തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയത്. പാചകവാതക സിലിണ്ടർ ചോർന്നതാണ് അപകട കാരണമെന്നാണ് കരുതുന്നത്. ന്യൂസ് ബ്യൂറോ, ചക്കുവള്ളി. പരവൂർ കായലിന് കുറുകെ മയ്യനാടിനെയും പരവൂരിനെയും ബന്ധിപ്പിക്കുന്ന പുതിയ പാലത്തിനുള്ള പ്രാഥമിക സർവേ പൂർത്തിയായി. അലൈൻമെന്റ് പൂർത്തിയാക്കിയ ശേഷം മണ്ണു പരിശോധന നടത്തും. മയ്യനാട് പുല്ലിച്ചിറ റോഡിനെയും പരവൂർ കുറുമണ്ടലിനെയും ബന്ധിപ്പിച്ച് റെയിൽവേ മേൽപ്പാലത്തിന് സമാന്തരമായാണ് പാലം നിർമ്മിക്കുന്നത്. മയ്യനാട് പുല്ലിച്ചിറ റോഡിനെയും പരവൂർ കുറുമണ്ടലിനെയും ബന്ധിപ്പിക്കുന്ന തരത്തിൽ നിലവിലുള്ള റെയിൽവേ ഓവർബ്രിഡ്ജിന് സമാന്തരമായി പാലം നിർമ്മിക്കാനാണ് ആലോചന. മയ്യനാട് ഭാഗത്ത് കാര്യമായ അപ്രോച്ച് റോഡ് ഉണ്ടാകില്ല. പരവൂർ ഭാഗത്ത് 1.6 കിലോമീറ്റർ നീളത്തിൽ അപ്രോച്ച് റോഡ് നിർമ്മിക്കാനാണ് ആലോചന. കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റാത്ത രീതിയിൽ അപ്രോച്ച് റോഡിന്റെ അലൈൻമെന്റ് തയ്യാറാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പുതിയ പാലം യാഥാർത്ഥ്യമാകുന്നതോടെ പരവൂർ നിന്ന് അതിവേഗം കൊല്ലത്തെത്താം. ഇങ്ങോട്ട് ഈ ഒരു പാലം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വളരെ ഒരു ഉപകാരമാണ്. ഒത്തിരി ആളുകൾ ഈ കൂലി വേലക്കാരെല്ലാം ഇത് വഴിയാണ് പോകുന്നത്. അവർക്കൊക്കെ ഈ ഒരു പാലം വന്നു കഴിഞ്ഞാൽ അവർക്കൊരു വളരെ ഉപകാരമാവും. പരവൂർ കായൽ തീരം കേന്ദ്രീകരിച്ച് ടൂറിസം സാധ്യതയും ഇതോടൊപ്പം വർദ്ധിക്കും. പാലം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും നാട്ടുകാർക്ക് മൊത്തത്തിൽ ഒരു ഉപകാരപ്പെടും, വലിയ നേട്ടമായിരിക്കും. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ കൊല്ലത്ത് പോകണമെങ്കിൽ തന്നെ കിലോമീറ്റർ കുറവുണ്ട് ഇങ്ങനെ ഒരു പാലം വന്നു കഴിഞ്ഞാൽ. ഞങ്ങൾക്ക് പിന്നെ ഞങ്ങളുടെ നാടിനും ഒരു പുരോഗതി. അങ്ങനെ ഒരു പാലം വരണം. വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഈ പരിസരവാസികൾക്ക് എല്ലാവർക്കും സന്തോഷം തന്നെ. കേന്ദ്ര സർക്കാരിന്റെ ബജറ്റും ഇക്കാര്യത്തിൽ സ്വാധീനിച്ചേക്കും എന്നാണ് സൂചന. നിലവിൽ പരവൂർ നിന്ന് ചാത്തന്നൂർ തിരുമുക്ക് റോഡ് വഴി ചുറ്റിത്തിരിഞ്ഞാണ് കൊല്ലത്തെത്താൻ കഴിയുക. പ്രതികൂല കാലാവസ്ഥ കാരണം പലപ്പോഴും തീരദേശ റോഡിനെ ആശ്രയിക്കാനുമാകില്ല. മയ്യനാട് പരവൂരിനെയും ബന്ധിപ്പിക്കുന്ന പാലം എന്ന ആശയത്തിന് 1/2 നൂറ്റാണ്ടോളമെങ്കിലും പഴക്കമുണ്ടാകുമെന്ന് കരുതുന്നു. പരവൂരിൽ നിന്ന് മാനത്തേക്കുള്ള പാലം വരുന്നത് പറഞ്ഞിട്ട് വർഷങ്ങളായി, 18 വർഷമാവുന്നു. ഉടൻ തന്നെ ഇത് നടപ്പിലാവുന്ന ലക്ഷണമുണ്ട്. സർവേ എല്ലാം കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊട്ടിയം. വ്യാപാരി വ്യവസായ സമിതി ജില്ലാ വനിതാ കൺവെൻഷൻ കായംകുളത്ത് നടത്തി. ടൗൺ ഹാളിൽ സംസ്ഥാന സെക്രട്ടറി സീനത്ത് ഇസ്മായിൽ ഉദ്ഘാടനം ചെയ്തു. വിവിധ വിഷയങ്ങളിൽ ക്ലാസും നടന്നു. വ്യാപാരി വ്യവസായി സമിതി ആലപ്പുഴ ജില്ലാ വനിതാ കൺവെൻഷനാണ് കായംകുളത്ത് നടത്തിയത്. വനിതകളുടെ പ്രകടനത്തിന് ശേഷം നഗരസഭ ടൗൺ ഹാളിൽ നടത്തിയ സമ്മേളനം വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന സെക്രട്ടറി സീനത്ത് ഇസ്മായിൽ ഉദ്ഘാടനം ചെയ്തു. ഏതൊരു ഉൽപ്പന്നവും നമുക്ക് വിൽക്കാനുള്ള രീതിയിലേക്ക് മാറിയിട്ടുണ്ടാവും. ഇത്തരത്തിലുള്ള പ്രതിരോധം സൃഷ്ടിക്കാൻ കേരളത്തിൽ 2 ലക്ഷത്തോളം വരുന്ന കേരള സംസ്ഥാന വ്യാപാര വ്യവസായ സമിതിയുടെ അംഗങ്ങളായിട്ടുള്ള നമ്മളും നമ്മുടെ കുടുംബാംഗങ്ങളും വിചാരിച്ചാൽ ഒരു ചെറിയ പ്രതിരോധമെങ്കിലും തീർക്കാൻ സാധിക്കും. താൽക്കാലികമായ നഷ്ടങ്ങൾ ഉണ്ടായെങ്കിലും അത് ഭാവിയിലേക്കുള്ള വലിയൊരു നിക്ഷേപമായി തന്നെ മാറും. ഇത്തരത്തിൽ ആലോചിക്കുകയാണെങ്കിൽ കോവിഡിന് ശേഷം ഓൺലൈൻ വ്യാപാരത്തിന്റെ പ്രതിസന്ധികൾ നിലനിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു രാജ്യം ഒരു നികുതി എന്ന ഓമന പേരിട്ടുകൊണ്ട് GST എന്ന പുതിയൊരു നികുതി സമ്പ്രദായം വരികയും വ്യക്തമായ മാനദണ്ഡങ്ങളില്ലാതെ പല അപാകതകളും ഉൾക്കൊണ്ടുകൊണ്ട് അതോടൊപ്പം തന്നെ ആവശ്യത്തിൽ കൂടുതൽ പിഴകളും ചാർത്തിക്കൊണ്ട് നമ്മളെ അങ്ങേയറ്റം ബുദ്ധിമുട്ടിക്കുന്ന
ഒരു നികുതി സമ്പ്രദായമായി തീർന്നു GST. സംസ്ഥാന കമ്മിറ്റി അംഗം ജമീല പുരുഷോത്തമൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വനിതകളെ ആദരിച്ചു. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി TV ബൈജു മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ വനിതാ കൺവീനർ ജെ സുധർമ്മ, വ്യവസായ വികസന ഓഫീസർ S ഉണ്ണികൃഷ്ണൻ, MM ഷെരീഫ്, മണി മോഹൻ, ലജി സനൽ, EM സമീർ, AA വാഹിദ, ലീല ഗോകുൽ, N ചന്ദ്രൻ, V വേണു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം. കേന്ദ്ര ബജറ്റിൽ കശുവണ്ടി മേഖലയെ അവഗണിച്ചെന്ന് കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ S ജയമോഹൻ. സവിശേഷമായ പരിഗണന കശുവണ്ടി വ്യവസായത്തിന് ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. തോട്ടന്റെ ക്ഷാമം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പ്രതിസന്ധിയിലായ മേഖലയെ സംരക്ഷിക്കാൻ കേന്ദ്ര ബജറ്റിൽ പദ്ധതി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അതുണ്ടായില്ലെന്ന് ജയമോഹൻ പറഞ്ഞു. ഗ്രാമീണ മേഖലയിലെ 10,000-കണക്കിന് സ്ത്രീകൾക്ക് തൊഴിൽ നൽകുന്ന മേഖല എന്ന നിലയ്ക്ക് പൊതു തെരഞ്ഞെടുപ്പ് പരിഗണിച്ചെങ്കിലും സവിശേഷമായ പരിഗണന കശുവണ്ടി വ്യവസായത്തിന് ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. മേഖലയിലെ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോർപ്പറേഷൻ വിശദമായ നിവേദനം കേന്ദ്ര സർക്കാരിന് ബജറ്റിന് മുന്നോടിയായി സമർപ്പിച്ചിരുന്നു. എന്നാൽ പുനരുദ്ധാരണ പാക്കേജ് അടക്കം പ്രതീക്ഷിച്ച യാതൊരു പ്രഖ്യാപനങ്ങളും ബജറ്റിലില്ലെന്ന് ജയമോഹൻ പറഞ്ഞു. കശുവണ്ടി തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള പാവപ്പെട്ട തൊഴിലാളികൾക്ക് നിരാശ പരത്തുന്ന തരത്തിലുള്ള ബഡ്ജറ്റാണ് നിർമ്മല സീതാരാമൻ തെരഞ്ഞെടുപ്പ് വർഷമായിട്ട് പോലും ഇപ്പോൾ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. കശുവണ്ടി ഇറക്കുമതിയുടെ പേരിൽ ഏർപ്പെടുത്തിയ NDA ഗവൺമെൻറ് തന്നെ ഏർപ്പെടുത്തിയ നീതി പിൻവലിക്കുക, കശുവണ്ടിയുടെ പരിപ്പ് ഇറക്കുമതിക്ക് സ്വീകരിച്ചിരിക്കുന്ന ഉദാരമായ സമീപനങ്ങൾ തിരുത്തുക, കാഷ്യൂ ബോർഡ് കൊല്ലത്ത് അതിനൊരു ആസ്ഥാനം സ്ഥാപിക്കുക, ESI തൊഴിൽ ദിനങ്ങളുടെ പരിധി നോക്കാതെ തന്നെ തൊഴിലാളികൾക്ക് ESIയുടെ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുക, തോട്ടവിളകളുടെ പട്ടികയിൽ കശുമാവ് എന്നെ കൂടി തന്നെ ഉൾപ്പെടുത്തുക. ഇങ്ങനെല്ലാമുള്ള വളരെ വർഷങ്ങളായി ഉയർത്തുന്ന കശുവണ്ടി മേഖലയിലെ പ്രശ്നങ്ങൾക്കൊന്നും തന്നെ പരിഹാരം കാണുന്ന നിർദ്ദേശങ്ങൾ നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കപ്പെട്ട ബഡ്ജറ്റിലില്ല. താഴ്ന്നുകൊണ്ടിരിക്കുന്ന കശുവണ്ടി മേഖലയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു 500 കോടി രൂപയുടെ ഒരു പാക്കേജ് പ്രഖ്യാപിക്കണം എന്ന ആവശ്യവും പരിഗണിക്കപ്പെട്ടിട്ടില്ല. അപ്പൊ കടുത്ത അവഗണനയാണ് കേന്ദ്ര ഗവൺമെന്റ് കശുവണ്ടി മേഖലയോട് കഴിഞ്ഞ 9 വർഷക്കാലവും സ്വീകരിക്കുന്നത്. അതിന്റെ ആവർത്തനം തന്നെയാണ് ഇത്തവണത്തെയും ബഡ്ജറ്റ്. പ്രതിഷേധിക്കാൻ എല്ലാവരും ശക്തമായ നിലപാടുകൾ സ്വീകരിക്കണമെന്ന് പാർലമെന്റ് മെമ്പർമാരോടും തൊഴിലാളികളോടും ബഹുജനങ്ങളോടും വിനയപരിസരമായി അഭ്യർത്ഥിക്കാം. തോട്ടണ്ടിയുടെ ഇറക്കുമതി ചുങ്കം പൂർണ്ണമായും എടുത്തുകളയുക, വിയറ്റ്നാം അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള നിലവാരം കുറഞ്ഞ കശുവണ്ടി പരിപ്പിന്റെ ഇറക്കുമതി നിയന്ത്രിക്കുക തുടങ്ങിയ പ്രധാന ആവശ്യങ്ങളും പരിഗണിക്കപ്പെട്ടിട്ടില്ല. റബ്ബർ ബോർഡിന്റെയും നാളികേര വികസന ബോർഡിന്റെയും മാതൃകയിൽ കേന്ദ്ര സർക്കാർ മുൻകൈയെടുത്ത് കാഷ്യൂ ബോർഡ് ആരംഭിക്കണമെന്ന ആവശ്യത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ കശുമാവ് കൃഷി പ്രോത്സാഹിപ്പിക്കാനും രാജ്യത്തെ തോട്ടണ്ടിയുടെ ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കാനും കാഷ്യൂ ബോർഡ് പോലുള്ള ഒരു കേന്ദ്ര സ്ഥാപനം കൂടിയേ തീരൂ. ഇക്കാര്യത്തിൽ ബജറ്റിൽ പരാമർശമില്ല എന്നു മാത്രമല്ല, പ്രത്യേക വിഹിതം അനുവദിക്കാതെ നിലവിലുള്ള റബ്ബർ ബോർഡ് അടക്കം പിരിച്ചുവിടുമെന്ന സൂചനകളാണ് ബജറ്റ് ചർച്ചകൾ നൽകുന്നത്. സുപ്രീം കോടതിയുടെ വിധി ഉണ്ടായിട്ടും EPF പെൻഷൻ വർദ്ധിപ്പിക്കില്ലെന്ന തീരുമാനവും കശുവണ്ടി മേഖലയിലെ തൊഴിലാളികളെ നിരാശയിലാഴ്ത്തും. കേരളത്തിൽ നിന്നുള്ള പാർലമെന്റ് അംഗങ്ങൾ വിഷയത്തിൽ സക്രിയമായി ഇടപെടണമെന്ന് S ജയമോഹൻ അഭ്യർത്ഥിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ പൂർണ്ണകായ പ്രതിമ അനാച്ഛാദനം ചെയ്തു. പാവുമ്പ ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് പ്രതിമ സ്ഥാപിച്ചത്. സ്കൂളിലെ പ്രഥമ ബാച്ച് വിദ്യാർത്ഥി കൂട്ടായ്മ ഓർമ്മ നിലാവിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിമ സ്ഥാപിച്ചത്. പാവുമ്പ ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് രാഷ്ട്രപിതാവിന്റെ പൂർണ്ണകായ പ്രതിമ അനാച്ഛാദനം ചെയ്തത്. സ്കൂളിലെ പ്രഥമ ബാച്ച് വിദ്യാർത്ഥി കൂട്ടായ്മയായ 1979 ഓർമ്മ നിലാവിന്റെ നേതൃത്വത്തിലാണ് സ്കൂൾ മുറ്റത്ത് ഗാന്ധി പ്രതിമ നിർമ്മിച്ച് സ്ഥാപിച്ചത്. ഭാരത സ്വാതന്ത്ര്യത്തിന്റെ നെടുംതൂണായി നിന്ന് മതേതര ഭാരതത്തിന്റെ സങ്കല്പങ്ങളിൽ നിറഞ്ഞു നിന്ന രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി വരും തലമുറയിൽ നിന്ന് മായാതിരിക്കാനുള്ള ഊർജമായി പ്രതിമ മാറുമെന്ന് ഗാന്ധി പ്രതിമയുടെ അനാച്ഛാദനത്തിന്റെ ഭാഗമായി നടന്ന പൊതുസമ്മേളനത്തിൽ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ പറഞ്ഞു. മലയാള അധ്യാപികയായിരുന്ന ശാന്തകുമാരി സാർ മറക്കാൻ പറ്റത്തില്ല. അന്ന് 10ാം ക്ലാസ്സിൽ പഠിച്ച ഒരു വിദ്യാർത്ഥിയും മറന്നിട്ടില്ല. അതുപോലെ ഇവിടെ സരസ്വതി സാർ ഹിന്ദി പഠിപ്പിക്കുന്നു. ഇതൊന്നും ഞങ്ങൾ മറക്കത്തില്ല. മറക്കാൻ നമുക്കത് പറ്റുന്ന ഒരു അവസ്ഥയല്ല. കാരണം അങ്ങനെ ആയിരുന്നു അന്നത്തെ അധ്യാപകരും കാര്യങ്ങളെല്ലാം. സമ്മേളന ഉദ്ഘാടനം സംഘാടക സമിതി സെക്രട്ടറി V വിജയൻ നിർവഹിച്ചു. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു സുഹൃത്തുണ്ട്, മുരളീധരൻ. മുരളി ഗൾഫിലാണ്.
അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടി അദ്ദേഹം ഇവിടെ വന്നിട്ടില്ല, അത് പരിഹരിക്കാൻ വേണ്ടി എത്തിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മകളും മകനും പ്രിയപ്പെട്ടവർ, ഇത്രയും നീളത്തിൽ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടി വന്നത് ആരെയും മറക്കുന്നില്ല എന്ന് ഓർക്കാനാണ്. ഗാന്ധി പ്രതിമയുടെ അനാച്ഛാദന കർമ്മം ഓർമ്മനിലാവ് വിദ്യാർത്ഥി കൂട്ടായ്മയിൽ നിന്ന് അടുത്ത കാലത്ത് അന്തരിച്ച സുകുമാരപിള്ളയുടെ പത്നി ജയന്തി സുഗു നിർവഹിച്ചു. സംഘാടക സമിതി പ്രസിഡന്റ് ബി പ്രഭാകരൻ പിള്ള അധ്യക്ഷത വഹിച്ചു. കെ കൃഷ്ണകുമാർ സ്വാഗത പ്രസംഗം നടത്തി. ഗാന്ധി പ്രതിമ നിർമ്മിച്ചു നൽകിയ ശില്പി ഫ്രെസ്കോ സുഗതനെ സ്കൂൾ ഹെഡ്മിസ്ട്രസ് രശ്മി വാസുദേവൻ ആദരിച്ചു. യഥാർത്ഥത്തിൽ ഈ ശില്പം തുടിയൂർ ഹൈസ്കൂളിൽ ഇരിക്കേണ്ട ഒരു ശില്പമായിരുന്നു. ഈ കോവിഡ് സമയത്ത് ഞാനിത് ചെയ്യുന്ന സമയത്ത് അതിനെക്കുറിച്ച് പറയുമ്പോൾ കോവിഡ് വന്ന ഒരുപാട് നാശനഷ്ടങ്ങൾ, പലർക്കും ദുഃഖങ്ങൾ മാത്രമാണ് സമ്മാനിച്ചിട്ടുള്ളത് ഒരുപാട് ആളുകൾക്ക്. എന്നാൽ ആ സമയത്തൊക്കെ ഞാൻ എൻ്റെ ഈ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരുന്നത് കൊണ്ട് അത് ആ കോവിഡ് കാലഘട്ടത്തിൽ 1-2 വർക്കുകൾ ഞാൻ ചെയ്തൊക്കെ അത് എനിക്ക് ഗുണമായി ഭവിച്ചിട്ടേ ഉള്ളൂ. PTA പ്രസിഡന്റ് RL സുരേന്ദ്രൻ, സ്റ്റാഫ് സെക്രട്ടറി ജ്യോതിഷ് R നായർ, മാനേജിംഗ് പ്രതിനിധി അജിത് R, ട്രഷറർ സംഘാടക സമിതി ഷാജഹാൻ, ഓർമ്മനിലാവ് അംഗങ്ങളായ ബിനു P ജോൺ, P സതി, സുകുമാരി, ഉബൈത്ത്, പത്മകുമാരി, S വിജയകുമാർ, R ഗോപാലകൃഷ്ണപിള്ള തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ചെക്കുവള്ളി. കൊല്ലം കോർപ്പറേഷനിലെ BPL വിഭാഗത്തിൽപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്കുള്ള ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തു. മേയർ പ്രസന്ന എണസ്റ്റ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിലെ വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയർത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് മേയർ പറഞ്ഞു. കോർപ്പറേഷന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 75 വിദ്യാർത്ഥികൾക്ക് 29,22,000 രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പാക്കിയത്. മത്സ്യത്തൊഴിലാളി, അനുബന്ധ മത്സ്യത്തൊഴിലാളി പെൻഷൻ കുടുംബങ്ങളുടെ ബിരുദാനന്തര വിദ്യാർത്ഥികളെയാണ് ആനുകൂല്യത്തിനായി പരിഗണിച്ചത്. മേയർ പ്രസന്ന എണസ്റ്റ് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തു. പഠിക്കുന്ന കുട്ടികൾ പഠനകാലത്ത് തന്നെ ഉപയോഗപ്പെടുത്തുക. അതുപോലെ വീട്ടിലെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് മുതിർന്നവരും അതെടുത്ത് ഉപയോഗിച്ചുകൊണ്ട് അവരുടെ പഠനത്തെ തടസ്സപ്പെടുത്താനും പാടില്ല. ഇത് രണ്ടും ഉറപ്പുവരുത്തേണ്ടത് നിങ്ങൾ തന്നെ. ഞങ്ങൾക്ക് ആർക്കും നോക്കാൻ പറ്റില്ല. കൗൺസർമാർക്ക് രാവിലെ വന്ന് ചോദിക്കാൻ പറ്റത്തില്ല ലാപ്ടോപ്പ് ആര് ഉപയോഗിക്കുന്നത്, എന്ത് ഉപയോഗിക്കുന്നത്. നിങ്ങൾ തന്നെ നിങ്ങളാണ് എൻ്റെ സെക്യൂരിറ്റി. നിങ്ങൾ തന്നെ അത് ഫലപ്രദമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള ഗവൺമെന്റ് പലതരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞാണ് ഈ കോർപ്പറേഷൻ നടത്തിവരുന്ന നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഓരോ മേഖലയിൽ നടത്തുന്നത്. ഒരു ശുചിത്വ നഗരമാണ് നമ്മുടെ ലക്ഷ്യം. ശുചിത്വ നഗരത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഡെപ്യൂട്ടി മേയർ കൊല്ലം മധു അധ്യക്ഷനായി. കോർപ്പറേഷൻ സ്ഥിരസമിതി അധ്യക്ഷരായ S ഗീതാകുമാരി, S ജയൻ, സജീവ് സോമൻ, സുജാ കൃഷ്ണൻ, S സവിതാദേവി, AFEO സ്മിത, പ്ലാനിംഗ് സൂപ്രണ്ട് ഷാജു ജോർജ്, കൌൺസിലർമാർ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ഇടപ്പള്ളിക്കോട്ടയിൽ അടിപ്പാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് സായാഹ്ന ധർണ നടത്തി. കർമ്മസമിതിയുടെ നേതൃത്വത്തിലാണ് ജനപ്രതിനിധികളുടെ സായാഹ്ന ധർണ നടത്തിയത്. ദേശീയപാത അതോറിറ്റി തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് കർമ്മസമിതി ആവശ്യപ്പെട്ടു. പന്മന ആശ്രമത്തിന്റെ പ്രവേശന കവാടം എന്ന് വിളിക്കാവുന്ന ഇടപ്പള്ളിക്കോട്ടയിൽ അടിപ്പാത വേണമെന്ന് ജനകീയ കൂട്ടായ്മ. ആക്ഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ ജനകീയ പ്രക്ഷോഭത്തിന്റെ ആദ്യഘട്ടമെന്ന നിലയിൽ ഇടപ്പള്ളിക്കോട്ട ദേശീയപാതയോരത്ത് ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ ധർണ നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി ഉദ്ഘാടനം നിർവഹിച്ചു. ഈ നാടിനെ പൂർണ്ണമായും രണ്ടായി വിഭജിക്കപ്പെട്ട ഈ നാടിനെ പൂർണ്ണമായും തകർത്തെറിയുന്ന ഒരു നിലപാടായി ഇത് മാറുകയാണ്. ചർച്ചകൾക്കിടയിൽ ആരോ സൂചിപ്പിച്ചതുപോലെ നാം ഈ വിപത്ത് എന്തുകൊണ്ട് നേരിടേണ്ടി വന്നു എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ വിശ്വസമുദ്ര എന്ന കരാറുകാരൻ അവരുടെ കോൺട്രാക്ട് എടുത്തിരിക്കുന്ന സ്ഥലം നമ്മുടെ സമീപത്തായതുകൊണ്ടാണ്. ഹൈവേയുടെ പണി അവസാനിക്കുന്നത് വരെ സ്വതന്ത്രമായി സഞ്ചരിക്കുവാൻ അടിപ്പാതയുടെ നിർമ്മാണം തടസ്സമാകുമെന്നതുകൊണ്ടാണോ ഇങ്ങനെ ഒരു മാറ്റത്തിലേക്ക് നാം മാറേണ്ടി വന്നത്? ഇതിനെതിരെ ശക്തമായ വെല്ലുവിളി ഉയർത്തുകയാണ് ഈ നാടിന്റെ പൗരബോധമുള്ള ജനങ്ങൾ, ഈ നാടിനെ സ്നേഹിക്കുന്നവർ. അതുകൊണ്ടാണ് ഈ സമരത്തിന് ആദ്യഘട്ടം ജനപ്രതിനിധികൾ തന്നെ മുന്നോട്ട് വരണമെന്ന് തീരുമാനിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് I ജയചിത്ര അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ CP സുധീഷ് കുമാർ, S സോമൻ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. നിലവിൽ പന്മന ഗ്രാമപഞ്ചായത്തിൽ ടൈറ്റാനിയം, വെറ്റമുക്ക് എന്നിവിടങ്ങളിലാണ് അടിപ്പാത നിർമ്മാണം പുരോഗമിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ചവറ. ആനയുടെ പഴയിടം ക്ഷേത്രത്തിൽ ഉത്സവത്തോടനുബന്ധിച്ച് സാംസ്കാരിക സമ്മേളനം നടത്തി.
നരസിംഹജ്യോതി പുരസ്കാരം നടൻ ഇന്ദ്രൻസിന് ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർമാൻ പ്രേംകുമാർ സമ്മാനിച്ചു. ക്ഷേത്രത്തിൽ ചുവർചിത്ര സമർപ്പണവും നടത്തി. ആനയിടി പഴയിടം നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ ചുവർചിത്ര സമർപ്പണവും സാംസ്കാരിക സമ്മേളനവും നടത്തി. തിരുവിതാംകൂർ രാജകുടുംബാംഗം അവിട്ടം തിരുനാൾ ആദിത്യവർമ്മ ഉദ്ഘാടനം നിർവഹിച്ചു. ആനയിടി ദേവസ്വം പ്രസിഡന്റ് ഡോക്ടർ ജി ചന്ദ്രകുമാർ അധ്യക്ഷത വഹിച്ചു. നരസിംഹജ്യോതി പുരസ്കാരം നടൻ ഇന്ദ്രൻസിന് സംസ്ഥാന ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർമാൻ പ്രേംകുമാർ സമ്മാനിച്ചു. മനുഷ്യ സ്നേഹം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സ്നേഹം എന്നതിലപ്പുറം മറ്റൊരു സംസ്കാരവും മനുഷ്യനുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അത് തന്നെയാണ് കുമാരനാശാൻ പാടിയത്, അഖിലസാര കൂടിയിൽ സ്നേഹമാണ് അഖിലസാര കൂടിയിൽ എന്ന്. ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ നിലനിൽപ്പും സ്നേഹത്തിൽ അധിഷ്ഠിതമാണ്. സ്നേഹമില്ലാത്തടത്ത് മറ്റൊന്നും പ്രസക്തമല്ല എന്നുള്ളതാണ്. ശ്രീനാരായണ ഗുരുദേവൻ അവനവൻ ആത്മസുഖത്തിന് ആചരിപ്പത് അപരന് സുഖത്തിനായി വരയണം എന്ന് പറഞ്ഞതും സ്നേഹത്തിന്റെ മറ്റൊരു വിളംബരമാണ്. മറ്റു മനുഷ്യരെ അപരനെ കരുതുന്ന ഒരു മനസ്സുണ്ടാവുക എന്നാണ് അത് അർത്ഥമാക്കുന്നത്. കണ്ണിന് കാണാൻ പോലും ഇല്ലാത്ത ഇതിനെ പോലെ എന്നെ കണ്ടുപിടിച്ചില്ലേ ദൈവ എന്നെ നഗരത്തിൽ തോന്നുന്ന ഭഗവാനാണ്. അതുകൊണ്ട് ഭഗവാൻ എന്നെ കൈവിടില്ല, ഞാൻ നിങ്ങളെ കൈവിടില്ല. ഇനി ഒരുപാട് പ്രതീക്ഷകളുണ്ട്. കോമഡിയിലൊക്കെ മാറിയില്ലേ, സീരിയസായിട്ട് പണ്ടൊക്കെ ചെയ്യാൻ തുടങ്ങിയതേ ഉള്ളൂ. അപ്പൊ ഇനി കുറച്ച് നല്ല കഥാപാത്രങ്ങളൊക്കെ ചെയ്യണം. മസിലിന്റെ കാര്യം നമുക്ക് വിട്ടേക്കാം. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ, ശൂരനാട് വടക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ശ്രീകുമാർ, എൻ പങ്കജാക്ഷൻ, പള്ളിപ്പാട് ശിവദാസസ്വാമി, മിനി സുദർശൻ, ഗംഗാദേവി, സുനിൽകുമാർ, സെക്രട്ടറി വിജയൻ കാഞ്ഞിരവിള, ട്രഷറർ ആനേടി ബിനുകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശൂരനാട്. അമൃത സ്കൂൾ ഓഫ് അഗ്രികൾച്ചർ സയൻസിലെ വിദ്യാർത്ഥികൾ കൂൺ കൃഷി ചെയ്തു. റൂറൽ വർക്ക് എക്സ്പീരിയൻസിന്റെ ഭാഗമായി കോയമ്പത്തൂരിലെ സൊക്കന്നൂർ ഗ്രാമത്തിലെ കർഷകർക്ക് കൂൺ പരിചയപ്പെടുത്തിയാണ് കൃഷി ചെയ്തത്. അമൃത സ്കൂൾ ഓഫ് അഗ്രികൾച്ചർ സയൻസിലെ അവസാന വർഷ വിദ്യാർത്ഥികളാണ് റൂറൽ വർക്ക് എക്സ്പീരിയൻസിന്റെ ഭാഗമായി കൂൺ കൃഷി ചെയ്തത്. സൈബർ എക്സ്റ്റൻഷന്റെ ഭാഗമായി ഉഴവൻ ആപ്പ്, സോയിൽ ഹെൽത്ത് കാർഡ്, സോയിൽ സാമ്പിളിംഗ് എന്നിവ കോയമ്പത്തൂരിലെ സൊക്കന്നൂർ ഗ്രാമത്തിലെ കർഷകർക്ക് പരിചയപ്പെടുത്തി. எல்லாருக்கும் வணக்கம். நாங்கள் அமிர்தா வேளாண் கல்லூரியில் 4வது வருஷம் படிக்கிற மாணவர்கள். இன்னைக்கு நம்ம ராவே ப்ரோக்ராமுக்கு கீழே பலவிதமான விஷயத்தில் நம்ம செயல்முறை நம்ம 2 ஆப்பை பற்றி பார்க்க போகிறது. டீட்டெயில் அதுக்கப்புறமேட்டு பட்டால இருந்து எல்லாமே கேட்கறதுக்காக நாம என்ன பண்ணுவோம்னா இந்த மாதிரி பிளாஸ்டிக் சாக்கில் இது நம்ம ஃபில் பண்ணுவோம். இப்போ நம்ம விதை முதன்மைப்படுத்துறதுனால என்னெல்லாம் நன்மைகள் நமக்கு கிடைக்கும் அப்படிங்கறத பார்க்க போறேன். முதல்ல முளைப்பு சதவீதம் கூடும். അടുത്തത് മുളപ്പ് സീക്രമായി കോളേജ് ഡീൻ ഡോക്ടർ സുധീഷ് മണലി, ഗ്രൂപ്പ് ഫെസിലിറ്റേറ്റർമാരായ ഡോക്ടർ റീന എസ്, ഡോക്ടർ ജനാർദ്ദനൻ പി, ഡോക്ടർ ജിതു, വൈഷ്ണവി എസ്, ഡോക്ടർ തിരുക്കുമാർ എസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. அந்த சொல்யூஷன் அதுலயும் பண்ணலாம். அப்புறம் பிஇஜின்னு சொல்லுவாங்க, பாலி கலெக்டர்னஸ். இந்த மாதிரி ஒவ்வொரு கரைசல்லையும் நம்ம பண்ணிக்கலாம். இது நம்ம சிம்பிளா பண்றது தண்ணியில பண்ணாலே போதும். ஒரு இடத்துக்கு எடுத்துட்டு போய் அதை பத்தி என்னன்னா டெஸ்ட் பண்றதுக்கோசரம் தான் நம்ம அது பண்றோம். அது பாத்தீங்கன்னா ஒரு ஏக்கருக்கு 5 to 6 இடத்துல இருந்து எடுக்கலாம். அது எப்படின்னா ஜிக்ஸாக் வேலை, இங்க ஒரு டைம் எடுத்தோம்னா அடுத்து அந்த சைடு ஆப்போசிட் சைடு இப்படி 6 டைம் அந்த மாதிரி எடுக்கணும். அதுக்கப்புறமேட்டு மறுபடியும் அதை இன்னொரு 4 இதா அந்த கூன் அந்த கேளாமலப்பு எல்லாமே சொன்னீங்க. நல்லா இருக்கு. நாங்களும் முயற்சி பண்ணி பார்க்கிறோம். ന്യൂസ് ബ്യൂറോ, ചവറ. ചീരകൃഷിയുടെ വിളവെടുപ്പ് നടത്തി. ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് 13ാം വാർഡിലാണ് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ചീര കൃഷി ചെയ്തത്.
ദേവികുളങ്ങര പഞ്ചായത്ത് 13-ാം വാർഡിൽ കുടുംബശ്രീ കൃഷി ചെയ്ത ചീരകൃഷിയുടെ വിളവെടുപ്പ് നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. എല്ലാ വർഷവും കൃഷി ചെയ്തിട്ട് ഇതൊരു വരുമാനമാക്കി മാറ്റുന്നുണ്ട്. നമ്മുടെ കൃഷിഭവന്റെ നിരവധി തവണ കാർഷിക അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഈ വർഷവും കാർഷിക മേഖലയിൽ നല്ല ഇടപെടലാണ് കുടുംബശ്രീ കുടുംബവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ അവർ നട്ടിട്ടുള്ള ചീര, ആ ചീരയുടെ വിളവെടുപ്പാണ് ഇന്ന് നടക്കുന്നത്. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജനി ബിജു, ജേക്കബ് തോമസ്, കുടുംബശ്രീ ADS ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം. കായംകുളത്ത് ആഞ്ജനേയ ക്ഷേത്രത്തിന് ശിലയിട്ടു. ചിറക്കടവത്ത് സ്വാമി സത്യാനന്ദ ഗുരുപീഠത്തോട് ചേർന്നാണ് ക്ഷേത്രം നിർമ്മിക്കുന്നത്. കായംകുളം ചിറക്കടവത്ത് സ്വാമി സത്യാനന്ദ ഗുരുപീഠത്തോട് ചേർന്നാണ് ആഞ്ജനേയ ക്ഷേത്രം നിർമ്മിക്കുന്നത്. ഇതിന്റെ ശിലാന്യാസം തന്ത്രി ഘടനാനന്ദ തീർത്ഥവാദിയുടെയും സപതി M പീതാംബരനാചാര്യയുടെയും കാർമ്മികത്വത്തിൽ സ്വാമി ബ്രഹ്മപാദാനന്ദ സരസ്വതി നിർവഹിച്ചു. ഭാരതീയ സംസ്കാരത്തിലെ മാനവ സമുദായത്തിന് സർവവിധമായ ശ്രേയസ്സനും പ്രേയസ്സിനും വേണ്ടി പൗരാണിക ആചാര്യന്മാർ നമുക്ക് നൽകിയ ജ്ഞാനമാണ് വേദങ്ങൾ. ആ വേദങ്ങളിൽ നിന്നും ഉരുത്തിരിഞ്ഞ ഒരു ശാസ്ത്രമാണ് തന്ത്രശാസ്ത്രം. ആ തന്ത്രശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിവിധ ദേവതാസങ്കല്പങ്ങളെ മൂർത്തി രൂപത്തിൽ ആവാഹിച്ച് പ്രതിഷ്ഠിച്ച് ഉപാസിക്കാനുള്ള വഴികളാണ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ശ്രീരാമദാസ് മിഷൻ യൂണിവേഴ്സൽ സൊസൈറ്റി സംസ്ഥാന പ്രസിഡന്റ് കിഷോർ, ക്ഷേത്ര നിർമ്മാണ സമിതി പ്രസിഡന്റ് VR വിജയൻ, സെക്രട്ടറി സതീഷ് മേനാവിളയിൽ, ഖജാൻജി രാജേഷ് കൊച്ചിയത്ത്, വൈസ് പ്രസിഡന്റ് വിജയമ്മ, ജോയിന്റ് സെക്രട്ടറി അനില തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം. പ്രധാന വാർത്തകൾ വീണ്ടും. വടക്കൻ മൈനാഗപ്പള്ളിയിൽ പാചകവാതക സിലിണ്ടർ പൊട്ടിത്തെറിച്ചു. അപകടത്തിൽ വീട്ടമ്മയ്ക്ക് ഗുരുതരമായി പൊള്ളലേറ്റു. വീടിന്റെ ഒരു ഭാഗം പൂർണ്ണമായും കത്തി നശിച്ചു. കേന്ദ്ര ബജറ്റ് കശുവണ്ടി മേഖലയെ അവഗണിച്ചെന്ന് കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ S ജയമോഹൻ. കടുത്ത അവഗണനയാണ് കേന്ദ്ര ഗവൺമെന്റ് കശുവണ്ടി മേഖലയോട് കഴിഞ്ഞ 9 വർഷക്കാലവും സ്വീകരിക്കുന്നത്. സവിശേഷമായ പരിഗണന കശുവണ്ടി വ്യവസായത്തിന് ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അതുണ്ടായില്ലെന്നും ജയമോഹൻ. ഇടപ്പള്ളിക്കോട്ടയിലെ അടിപ്പാത നിർമ്മാണം ജനപ്രതിനിധികൾ സായാഹ്ന ധർണ നടത്തി. ദേശീയപാത അതോറിറ്റി തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് കർമ്മസമിതി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. 25 ലക്ഷത്തിലധികം ഡിജിറ്റൽ കണക്ഷനും 10 ലക്ഷത്തിലധികം ബ്രോഡ്ബാൻഡ് കണക്ഷനുമുള്ള രാജ്യത്തിന് മാതൃകയായിക്കൊണ്ടിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ കമ്പനിയാണ് കേരള വിഷൻ. ഡിജിറ്റൽ കണക്ടിവിറ്റിയുടെയും ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റിയുടെയും എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ വൻകിട കോർപ്പറേറ്റ് കമ്പനികൾക്കൊപ്പം 8ാം സ്ഥാനത്ത് തല ഉയർത്തി നിൽക്കുന്ന കമ്പനി കൂടിയാണ് നമ്മുടെ കേരള വിഷൻ. കേരള വിഷന്റെ ജില്ലാ ഡിസ്ട്രിബ്യൂഷനും ജില്ലാ ചാനലും സൗത്ത് വോയിസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ യാഥാർത്ഥ്യമാകുന്നു. രാജ്യത്തെ ഒരു കോർപ്പറേറ്റ് കമ്പനിക്കും നൽകാൻ കഴിയാത്ത രീതിയിലുള്ള വിവിധ സേവന മേഖലകളിലേക്ക് കേരള വിഷൻ സൗത്ത് വോയിസിൽ കൂടി കടക്കുകയാണ്.